ഫ്രണ്ട്. ഇത് ചെവുത്താമലയാണ്. ചെവുത്താമലയിലേക്കുള്ള യാത്രയാണ്. ഞാൻ എൻ്റെ മകന്, അവനാണ് കൂട്ടത്തിൽ വരുന്നത്. ഇവിടുത്തെ ഈ റോഡും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് ഭംഗി ആസ്വദിച്ച് പോകാനായിട്ട് ഏറ്റവും നല്ല കാഴ്ചക്കാർക്ക് കണ്ടുപോകാനായിട്ട് ഏറ്റവും നല്ല സ്ഥലമാണിത്. ഞാൻ നിങ്ങളെ ഇവിടെ ഒക്കെ കാണിച്ചു തരാം. നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് അടിക്കണം. ഇത് ഓഫ് റോഡാണ്. ഇത് 5 കിലോമീറ്ററാണ് ഇങ്ങനെയുള്ള ഓഫ് റോഡ് വഴിയെ. ഇത് ചെറിയ അരുവികളാണ്. ഈ മലയുടെ മണ്ടയിൽ നിന്ന് വരുന്ന ഏറ്റവും ശുദ്ധമായ വെള്ളമാണ്. ഇങ്ങനെ നമുക്ക് പല സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. പിന്നെ ഈ കയറ്റം കയറുന്ന ഇച്ചിരി പാടാണ് കേട്ടോ. അതുകൊണ്ട് ശ്വാസം മുട്ടുന്നൊക്കെ ഇതൊക്കെ വരും. ഇവിടുത്തെ മരമാണിത്. ഒന്ന് നല്ല കാഴ്ചകൾ, പിന്നെ ശുദ്ധമായ വായു, മലയുടെ മണ്ടയിലേക്ക് സുഖകരമായ യാത്ര, നല്ല ഇളം കാറ്റും കാര്യങ്ങളും. ഇത് ആൽമരം എന്ന് പറയാം. ആൽമരത്തിൻ്റെ ഒരു ജാതിയാണിത്. ഇതിലൊക്കെ ഇഷ്ടംപോലെ കുരങ്ങന്മാർ വരും. ഇത് ഏലത്തോട്ടമാണ്. ഇത് നമുക്ക് ഈ കല്ലുവാഴ എന്ന് പറയുന്ന കല്ലുവാഴ ഇനത്തിൽപ്പെട്ട ഒരു വാഴയാണ്. ഇതിൻ്റെയും കായ്ക്കകത്ത് ഒരുമാതിരി ഈ കടുവ് പോലെയുള്ള കുരുക്കളുള്ളതാണ്. എന്തോ ആയുർവേദ മരുന്നിനൊക്കെ എടുക്കുന്ന ഒരു വാഴയാണ്. അത് യാദൃശ്യമായിട്ടേ കാണാനായിട്ടുള്ളൂ. ഇതിൻ്റെ വലിയ വാഴയുണ്ട്. അത് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നതാണ്. ഇത് ഏലത്തിന് വളം മരുന്ന് ഒക്കെ ഒഴിക്കാണ്ടൊരു ടാങ്ക് പണിതേക്കുന്നതാണ്. അത് പോയി അതിൻ്റെ മണ്ടയിലോട്ട് ഒരു മുരിക്കിൻ്റെ ഒരു കഷ്ണം വീണു. പിന്നെ ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലെ നല്ല ഒരു ഏലത്തോട്ടം എന്ന് പറയുന്ന തോട്ടങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. ഈ യാത്രയെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 1.5-2 മണിക്കൂർ നമ്മളിങ്ങനെ തന്നെ യാത്ര ചെയ്യണം. ഇത് വേമ്പനത്തിൽപ്പെട്ട ഒരു മരമായത്. ചന്ദനനോയമ്പെന്ന് പറയും. ചന്ദന വേമ്പെന്നാണ് പറയുന്നത്. കാട്ടിലാണേലും നല്ല അടിപൊളി സുന്ദരിയായ ഒരു വാഴക്കൊല ഉണ്ടായി നിൽപ്പുണ്ട്. പക്ഷെ കുരങ്ങ് തിന്നുമോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതുണ്ടായിരുന്നു. അങ്ങനത്തെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ഹെയർപിൻ വളവാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ മലയുടെ എൻഡിലെത്തി. ഇത് നോക്കണം, ഒരു മരം നിൽക്കുന്നത് എങ്ങനെയാണ്.
കണ്ടോ, ഇത് ഭയങ്കരമായിട്ടുള്ളൊരു മരമാണ്. കറണ്ടുമൊക്കെ ഉണ്ട് കേട്ടോ, കറണ്ടൊന്നും ഇല്ലാഴില്ല. മണ്ട കയറി വരുമ്പോഴത്തെ ഇതുപോലത്തെ നല്ല കോൺക്രീറ്റ് കാര്യങ്ങൾ. മഞ്ഞ് കണ്ടോ, നല്ല സൂപ്പർ മഞ്ഞ്, കൊടൈക്കനാൽ ഊട്ടി പോലെ. ഇത് ഓറഞ്ച് മരം കേട്ടോ, അപ്പം കായില്ല. ഉണ്ടോ, ഇതാണ് ഈ ഓറഞ്ച് എന്ന് പറഞ്ഞ സാധനം. എൻ്റെ ഫുൾ വീഡിയോ ഒക്കെ എടുത്തിടാം കേട്ടോ. ഉണ്ടോ, മഞ്ഞ് കണ്ടോ. ഇത് ഇപ്പം മഞ്ഞ് കാരണം കാണത്തില്ല. ഇതിൻ്റെ അകത്തൊരു ലൈൻസ് ഉണ്ട് അവിടെയായിട്ട്. നമ്മുടെ ഹിന്ദിക്കാർ ഒക്കെ താമസിക്കുന്നതാണ്. അവർ ഇറങ്ങിപ്പോകുന്ന വഴിയായത്. ഇവിടെ ആശ്രമത്തിൻ്റെ ഇതുണ്ടോ, സഹഭവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തിരിച്ചു പോകുമ്പോഴത്തേക്ക് പള്ളിയുടെ അടുത്താണ്. പിന്നെ കൊണ്ട് അടിപൊളി മഠമുണ്ട്, നല്ല രസമായിട്ടുള്ള മഠവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടോ, മഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലങ്ങളാണെന്ന് നോക്കി. നല്ല കോട കേട്ടോ, നല്ല കോട കയറി. ഈ ഡിസംബർ മാസത്തിലൊക്കെ നല്ല കോട കയറി നിൽക്കുന്ന സമയമാണ്. ഇതിൻ്റെ ചെവുത്താമല എന്നല്ല ഇതിൻ്റെ ഒറിജിനൽ പേര്. ഇത് ചൈത്യമല എന്നാണ് പണ്ട് സായിപ്പന്മാരിട്ടിരുന്ന പേരാണ്, ചൈത്യമലയെന്ന്. അത് തമിഴ്ക്കാർ ചൈത്യമലയെന്ന് പറഞ്ഞത് ചെവുത്താമലയായി. എന്ന് പറഞ്ഞാൽ ഇവിടെ ചെവുത്താനൊന്നുമില്ല കേട്ടോ. ഇത് ഒരു വെള്ളമെടുക്കുന്ന മോട്ടോർ വരെയാണ്. പിന്നെ നല്ല ഇതിൻ്റെ മണ്ടയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് ഇതൊരു ചെറിയ ഡാമാണിത്. അല്ല, മഞ്ഞ് കാരണം ഫുള്ളായിട്ട് നമുക്കത് കാണാൻ പറ്റിയല്ല. കോട ഇങ്ങനെ കയറി ഇതുണ്ടോ, മൂടി കിടക്കുക. ഇഷ്ടംപോലെ മീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം. ഇത് ഇങ്ങനെ ഇവിടെ വന്നു കഴിയുമ്പോൾ റൈറ്റിലോട്ട് പോകുന്ന ഇത് മഠത്തിലേക്ക്. ഇവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ. നല്ല ഭയങ്കര ഇഡ്ലിക്കാരുടെ വലിയ മഠവും കാര്യങ്ങളൊക്കെ. അവിടെ സിസ്റ്റർമാരുണ്ട്. പള്ളി തിരിച്ചു പോകുമ്പോൾ കാണിക്കാം. ഇതിപ്പോൾ നമ്മുടെ സ്വന്തം പറമ്പിലേക്ക് പോകുന്നൊരു വഴിയാണ്. ഇത് നമ്മുടെ ഈറ്റയല്ല, ഇവിടെ ഈ ഒട്ടൽ എന്ന് പറയും. ഇതുണ്ട് ഇത് നല്ല രസമാണ് അതിൻ്റെ അകമൊക്കെ കാണാനായിട്ടൊക്കെ. ഇതുണ്ട്, ഇത് നമുക്ക് റോഡ് സൈഡ് വഴി നല്ല കാഴ്ച തരുന്നൊരു സാധനമാണ്. ഇതാണ് നമുക്ക് നാട്ടിലെല്ലാം മുന്തിരിയുണ്ട്. ഇത് കാട്ടുമുന്തിരി എന്ന് പറയും. ഇതിൽ ഈ മുന്തിരിങ്ങ പോലെ തന്നെ കായ ഉണ്ടാവും. പക്ഷെ ഇപ്പം കായില്ല, കായയുടെ സീസൺ ആയി വരുന്നേ ഉള്ളൂ. ഇതും ഓറഞ്ചാണ്. ഇതിനകത്ത് ഒരു ഓറഞ്ച് നിൽപ്പുണ്ട്. ഇതുണ്ടോ, പഴുത്ത് നിൽക്കുന്നുണ്ടോ, ഉണ്ടോ? ഒരു ഓറഞ്ച് പഴുത്ത കിടപ്പുണ്ട്. അത് മിക്കവാറും മകൻ തല്ലിപ്പറിക്കുന്ന ലക്ഷണമുണ്ട്. അവൻ കൊണ്ടുപോയില്ലെങ്കിൽ ഹിന്ദിക്കാരും കൊണ്ടുപോകും, അവരും കൊണ്ടുപോയില്ലെങ്കിൽ കുരങ്ങ് കൊണ്ടുപോകും. അവനതിൻ്റെ നോട്ടം ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട സാധനങ്ങൾ മൊത്തം ഉണ്ട് കേട്ടോ. കാട്ടുപ്ലാവുണ്ട്, കാട്ടുമാവുണ്ട്, കാട്ടുചേനയുണ്ട്. ഇവിടുത്തേലൊരു പ്രാഷംപൂട്ട്, കാട്ടുപ്രാഷംപൂട്ട് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ എവിടെയാണ് മേളി കുരങ്ങുണ്ടായിരുന്നു. അതിപ്പം മഞ്ഞ് കാരണം നല്ലപോലെ കാണത്തില്ല. നമ്മുടെ നാട്ടിലെ പ്രാഷംപൂട്ട് പോലെ ഇതുണ്ട്. ഇത് ഈ വള്ളി തൂങ്ങിക്കിടക്കുന്നില്ലേ, ഇതുണ്ട്. ഇവിടുത്തേൽ ഒക്കെ ഉണ്ട്. അതും കായയുടെ സീസണായി വരുന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് യോഗമില്ല പോയി. ഇതുണ്ട്, ഇപ്പം കുരങ്ങ് കൂടി ഉണ്ടായിരുന്നു. കുരങ്ങ് ഇതേണ്ട
ആ മരത്തേൻ ചാടിപ്പോയി. നമ്മൾ ആഫ്രിക്കയിലൊന്നും ഞാൻ പോയിട്ടില്ല, എന്നാലും ആഫ്രിക്ക ഒക്കെ പറഞ്ഞു കേട്ട അതുപോലെയുള്ളൊരു വനാന്തരമാണ്. ഇതുണ്ടോ? ഇവിടെയൊക്കെ വരികയാണെങ്കിൽ ഇതുണ്ട്, പ്രകൃതിയൊക്കെ നല്ലപോലെ നമുക്ക് ആസ്വദിച്ച് നല്ല റിലാക്സ് ആകാം, മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെ കുറച്ച് വെക്കാം. ഈ വഴി ഇവിടുന്ന് 1 കിലോമീറ്റർ കൂടെ ഉണ്ട്, മുന്നോട്ട് പോകും. അത് നമ്മുടെ ഇവിടുത്തെ ഹിന്ദിക്കാർ നിന്ന് ജോലി ചെയ്യുന്ന ഇത് മൊത്തത്തിൽ ഒരു ഓർഗാനിക് കൃഷിയാണ്. ഇത് ഓർഗാനിക് ചെയ്യുന്നതാണ് ഇവിടെ മൊത്തം കൃഷി. ഇതാണ് നമ്മുടെ മിനി റിസോർട്ടിലോട്ടുള്ള വഴി. ഇവിടെ ഏലച്ചെടി എന്ന് പറയുന്നത് ഫുള്ള് ഓർഗാനിക്കാണ്. രാസവളം, മരുന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അടിക്കാതെ. അന്നേരം കാവലം കുറേ ഇതുണ്ട്. ബാക്കിയുള്ള രാസവളമൊക്കെ ചെയ്യുന്ന പോലെയുള്ള കാ കിട്ടിയല്ല. ഇത് നമ്മുടെ അനുജ് എന്ന് പറയുന്നൊരു ഹിന്ദി ഭായിയാണ്, ജാർഖണ്ഡിൽ നിന്ന് വന്നതാണ്. അവൻ മടുത്തിരിക്കുകയാണ് ഈ തലയിലൊരു കൊട്ടയൊക്കെ വെച്ച്. ഡ്യൂട്ടി ഇത് ചോട്ട ഭായി. ഓക്കെ, ഇത് അവർ വന്നിട്ട് ഇതുണ്ടോ തലമാറിയ ഇത് ചുമക്കുന്നത് ഭായിമാരാണ്. നമ്മൾ മലയാളികൾ ഇതൊന്നും ചെയ്യാതെ, എല്ലാം കള്ളന്മാരല്ലേ. ഇത് നമ്മുടെ കാട്ടിൽ ഇതുണ്ട് കാപ്പുകുരുമൊക്കെ. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കാടാണ്, മൊത്തം പഴുത്ത് കിടക്കുകയാണ്. ഇത് ഇവരെങ്ങനെ തലമാറി ഇങ്ങനെ ചുമന്ന ഏലത്തിൻ്റെ ചുവട്ടി കൊണ്ടിടും. അത് മറ്റേ കുമ്പിൾനാശിനി ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇത് നമ്മുടെ നല്ല ഓറഞ്ചാണ്, ഇവിടുത്തെ കായില്ല. ഇത് ഓറഞ്ച് മരമാണ് നിൽക്കുന്നത്. ഇത് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാലും ഇതിപ്പം കായെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് പണിയായി കിടക്കുന്നൊരു കാടാണ് കേട്ടോ. ഒരു കായാകുമ്പോൾ മാത്രം മാത്രം ഒന്ന് തെളിച്ച് എടുത്തുകൊണ്ട് പോകുക. ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഒരു ചെടിയിലയാണ്. കള മാത്രം വന്ന് പറിക്കും വർഷത്തിലൊന്ന്. എന്നിട്ട് അവരാളുള്ള കായ പറിച്ചുകൊണ്ട് പോകും. ഇത് പഴുത്ത കായ. അപ്പം ഏറെക്കുറെ ഏലക്ക പഴുത്ത് കിടക്കണം. പഴുത്ത് കിടക്കുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ അരി നല്ല കറുത്ത ബ്ലാക്ക് കളറ് അരി ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞാൽ ഫുൾ ഓർഗാനിക്കാണ്. ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ കള പറിക്കുന്നതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇത് വൈകുന്നേരം അവർ തലമാറി ഇതിങ്ങനെ മേടിച്ചുകൊണ്ട് പോവാണ്. ഫ്രണ്ടിൽ പതുക്കെ നടക്കുക.
ഇത് നമ്മുടെ ഒരു വായിയാണ്. പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പറമ്പിലോട്ട് കയറുന്നിടത്തൊരു മരം ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. അതിൻ്റെ ഇടവഴി വേണം പോകാനായിട്ട്. ഇത് നമ്മുടെ ഒരു വഴി. ഇവിടെ നിന്നാണ് നമ്മുടെ കാപ്പിത്തോട്ടം തുടങ്ങുന്നത്. ഇത് ബൗണ്ടറി കല്ല്. ഇത് ഫുള്ള് കാപ്പിയാണ്. ഇത് നമ്മുടെ വഴിയിലിപ്പോൾ അവർ ഈ മണ്ണ് ഏലത്തിനിടാനുള്ള മണ്ണ് കൊണ്ടുവന്ന് ഇട്ടേക്കുന്നതാണ്. നമ്മളിത് ഇത് മറ്റേ മലയിഞ്ചി എന്ന് പറയുന്ന സാധനമാണ്. മലയിഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് കാപ്പിക്കകത്ത്. പിന്നെ നിങ്ങളോട് ഞാൻ ആ പ്രാഷിൻപൂട്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നത്. അത് ഇതിൻ്റെ തൈ കാണിച്ചു തരാം. ഇതാണ് ആ പ്രാഷിൻപൂട്ട്. ഇതുണ്ടോ, ഇതുണ്ടോ കയറുന്നത്. ഇതിൻ്റെ കായൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് കാണിക്കാം. പിന്നെ നമ്മുടെ റിസോർട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് സ്വർണ്ണ മേളിലായിട്ട് നമുക്കൊരു മീൻ വളർത്തുന്ന പടുതാക്കുഴി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് തീറ്റ കൊടുത്തില്ല മീൻ, അതുകൊണ്ടെല്ലാം കിടന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇടുക്കിയിലെ വെള്ളം, തൂക്കുപാലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മൊത്തം ഇവിടുന്ന് ഏറ്റവും നല്ല ബ്യൂട്ടി ആയിട്ട് കാണാവുന്നത്. പിന്നെ ഇപ്പോൾ കോട കയറി കിടക്കുന്നതിൻ്റെ പേരിൽ ഒന്നും അറിയത്തില്ലേ. ഇച്ചിരി വെയിൽ തെളിയാണെങ്കിൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ഈ പടുതാക്കുഴിയിലോട്ടുള്ള വഴി നമ്മൾ കൂടുതൽ തെളിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയെല്ലാം ഹിന്ദിക്കാരുള്ളതിൻ്റെ പേര് അമ്മമാർ വന്ന് മീൻ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയത്തില്ലേ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം ഇങ്ങനെ വഴി തെളിക്കാതെ ഇട്ടേക്കുക. ഇത് നമ്മുടെ ഈ കൃഷി ആവശ്യത്തിനുള്ള സാധനമൊക്കെ വെച്ചേക്കുന്ന ഷെഡാണിത്. പിന്നെ വെള്ളത്തിനുള്ള ടാങ്ക്, മേളിൽ നിന്ന് വെള്ളം വരും. പടുതാക്കുഴി മേളിൽ വരുന്നു, അതിൽ നിന്ന് ടാങ്കിലായിട്ട് വെള്ളം വരുന്നു. നമ്മൾ വീടിൻ്റെ ഷെഡിൻ്റെ അവിടെ വന്നു. ഇതാണ് നമ്മുടെ മിനി റിസോർട്ട്. ഇവിടുന്ന് നമുക്ക് താഴോട്ടാ ഏലകൃഷി. ഇന്നിങ്ങനെ ഒത്തിരി താഴെ വരെ ഉണ്ട് കൃഷി. വാഴക്കലേക്ക് ഇതുണ്ടോ, നമ്മൾ ചാക്കിൻ്റെ അത് പോഞ്ഞ് കെട്ടിയിട്ടേക്ക്. ഇല്ലെന്നുണ്ടെങ്കിൽ കുരങ്ങന്മാർ പോയി തീർക്കും അത്. പിന്നെ കറണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തം വന്നിട്ട് എന്താ കുഞ്ഞും വാഴക്കൊലയൊക്കെ ഇതുണ്ടായി വരുന്നത്. ഇത് നമ്മുടെ മുറ്റത്തിങ്ങനെ ഇത് ഓറഞ്ചാണ് കേട്ടോ. ഇത് പുറകിലുണ്ട് 2 ഓറഞ്ച്. നമ്മൾ ഈ സൈഡും കാപ്പിയാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ചീമച്ചേമ്പെന്ന് പറയും. ഇതിൻ്റെ അകത്ത് നമ്മൾ നെറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഈ അതിനെന്നാ പറയുന്നത്, മധുരക്കിഴങ്ങ്, ചീനിക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. ഇത് ചീനിക്കിഴങ്ങ് നട്ടേക്കുന്നതാണ്. പന്നി വല്ലപ്പോഴും പന്നിയൊക്കെ വരുമേ. പന്നി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇത്രയും സംരക്ഷിച്ച് ഇത് വേലിയൊക്കെ ഇട്ടേക്കുന്നത്. പൂഞ്ചെടികൾ
എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതൊന്നും ശകലം പെയിൻറ്റും ഒക്കെ ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ആ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ലൈറ്റ് ഇട്ടവനെ അതെ അവിടുത്തെ ആ രണ്ടാമത്തെ സ്വിച്ച് അയ്യോ അന്ന് നിൻ്റെ ഇല്ലേ പരയിലോട്ട് കയറുകയാണ്. ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് സൂപ്പറാക്കി എടുക്കണേ. നമ്മുടെ കിച്ചനും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് പെയിൻ്റൊക്കെ ചെയ്ത് ഇത്തിരി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് മിക്കവാറും ഞങ്ങൾ അടുത്ത വർഷം ഒരു ചെറിയ മിനി റിസോർട്ടായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. നമ്മളതിൻ്റെ അകത്ത് ആരോടും കൂടുതൽ പൈസയും കാര്യങ്ങളൊന്നും മേടിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഊട്ടി കൊടൈക്കനാലൊക്കെ പോയി പൈസ ഇല്ലാത്തവർ വന്നൊരു ദിവസമൊക്കെ താമസിക്കുന്നതിന് നമ്മളതിന് പൈസ ഒന്നും മേടിക്കില്ല. എന്തെങ്കിലും തന്നാൽ മാത്രം മേടിക്കുകയുള്ളൂ കറണ്ട് ചാർജൊക്കെ. പിന്നെ ഭക്ഷണമൊക്കെ വന്ന് സ്വന്തമായിട്ട് വെച്ച് കഴിക്കണം. വെള്ളം എല്ലാ സൗകര്യമുണ്ട്. കൂടുതലും ഏറ്റവും കൂടുതൽ ഞങ്ങളിത് ഫുള്ള് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്പരൊക്കെ തരും. ആ നമ്പറിൽ വിളിച്ചാൽ മതി. വന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ദിവസം താമസിക്കുന്നത്. നമ്മളങ്ങനെ പൈസ ഒന്നും ചോദിക്കുന്നില്ല. ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണുമോ. ഭക്ഷണമൊക്കെ പിന്നെ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്നുള്ളതേ ഉള്ളൂ. കറണ്ട് സൗകര്യം, വെള്ളം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് മോഡലാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ യൂട്യൂബിൽ ഇത് ഇടുമ്പോഴത്തേക്ക് ആർക്ക് വേണേലും വരാം. പിന്നെ ലേഡീസിനായിട്ട് വരണ്ട, അല്ലാതെ എല്ലാവരും കമ്പനിക്കാരൊക്കെ കൂടി വന്ന് ഒരു ചെറുതൊന്നും അടിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഇവിടെ